ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കല്. ഞാനിത് പല ഐറ്റംസിലും ഞാൻ ഉണ്ടാക്കലുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ സാധാരണ ഇതിലാണ് ആക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ 2 പഴമാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും പഞ്ചസാരയൊക്കെ നമുക്ക് ചേർക്കണം. ഇതിലേക്ക് ഇപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് മധുരത്തിന് വേണ്ടി. ഇതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കുന്നില്ല കേട്ടോ. വളരെ കുറഞ്ഞ പൊടിയും പഞ്ചസാരയും ഉപ്പും വെള്ളവും മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ ഒന്നും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നല്ലവണ്ണം നമുക്ക് സാധാ നമ്മൾ കുഴക്കുന്നത് പോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മളെ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊക്കെ ഓരോന്നായിട്ട് വറുത്തെടുക്കാം. എനിക്ക് എണ്ണയിലിടുമ്പം ഫസ്റ്റിലിടുമ്പം കുറച്ചൊരു പേടി എണ്ണ തെറിക്കുമെന്നുള്ള എല്ലാവർക്കും ഉണ്ടോ അങ്ങനെ. പിന്നെ എനിക്ക് ശരിയാവും. ഫസ്റ്റ് ടൈം ഇടുമ്പോൾ അങ്ങനെ എനിക്കൊരു ഇതുണ്ടാകലുണ്ട്. പിന്നെ എല്ലാം വേഗം എളുപ്പത്തിലിടും. ഇതാണ് നമ്മളെ മലയാളികൾക്ക് ഏറ്റവും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കും. ചായക്കായാലും എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഒരു കടിയാണ് അല്ലേ. ഇതിന് നമുക്ക് നല്ലോണം മുരിഞ്ഞ ശേഷം മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ നല്ലോണം ആയതിന് ശേഷമാണ് ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ റെഡിയായി കേട്ടോ. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.